ഐസകുഞ്ച, ഐസകുഞ്ഞനെ കുറിച്ചൊരു ഐസകുഞ്ഞനെ കുറിച്ചൊന്ന് പറ. ഐസകുഞ്ഞൻ ജനിച്ച വർഷവും വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ 1952 ജനിച്ചു. അപ്പനുണ്ട്, അമ്മയുണ്ട്, ചേട്ടന്മാർ 2 പേര്, പിന്നെ ഞാൻ, പിന്നെ 2 പെൺപിള്ളേരല്ലേ? ഐസകുഞ്ഞൻ ഇപ്പൊ എത്ര? 2 മക്കള്. എനിക്ക് 2 മക്കൾ. ഐസകുഞ്ഞിന്റെ ഈ സ്കൂൾ ലൈഫ് എന്ന് പറഞ്ഞുതരാം. നമ്മുടെ പഴയ കാലഘട്ടവും നമ്മുടെ ഈ ഇലക്കുടിഞ്ഞി തന്നെയല്ലേ താമസിച്ചോണ്ടിരുന്നത്? അല്ല, ഓർവയിലായിരുന്നു. ഓർവയിൽ എങ്ങനെയായിരുന്നു സ്കൂളിൽ പോകുന്നതും പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാമോ? അല്ല, നമ്മൾ സ്കൂളിൽ പണ്ടത്തെ പോലെ ഒന്നും അല്ല. ഇപ്പോഴത്തെ നിങ്ങളൊന്നും അല്ലല്ലോ. ഞങ്ങൾ ഈ വാലയുടെ ചൂടിക്കൊണ്ട് പോകുന്ന എന്ന് പറഞ്ഞാൽ സാമ്പത്തികം ഇല്ലാത്തൊരു ജീവിതമായിരുന്നു. അവിടുന്ന് 7ാം ക്ലാസ്സിൽ പാമ്പാടി ആലാമല്ലി ഹൈസ്കൂളിൽ പോയി. അവിടെ ചെന്നപ്പോൾ വർഗീയതയുടെ കൊടുമ്പിരി സങ്കടത്താണ്. ഭയങ്കര നമുക്ക് വർഗീയതയായിരുന്നു. കർത്തവനെ കാണുമ്പോൾ അവർക്ക് പുച്ഛമായിരുന്നു ഈ ടീച്ചർമാർക്ക്. ഞാൻ എല്ലാ ദിവസവും ഞാൻ വെളിയിൽ എന്നേറ്റവും ഉണ്ടാക്കും. ഞാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ക്ലാസ് നടക്കുകയല്ലേ, ഞങ്ങൾ ഈ വിത്തി ജാതി ഇങ്ങനെ നിൽക്കും, ക്ലാസ് കയറത്തില്ല. അങ്ങോട്ട് ചെല്ലുമ്പം ടീച്ചർ ഞങ്ങൾ പറയും വെളി തിന്നാൻ പറയും. അത് ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. നമ്മൾ ഇത് വർഗീയത അവർക്ക് കണ്ടവാനായിപ്പോയി. അവരെ ഒത്തിരി ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞു ഇവിടെ വർഗീയത കണ്ടവാനായപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് സമരം ചെയ്തു. അതിന് ഞങ്ങൾ വെണ്ണമ്മയും വേറെ പിള്ളേർ 5 പേരും ഞങ്ങൾ 5 PRA ഞങ്ങളെല്ലാം കൂടെ ഒറ്റ പാട്ട് അവിടെ ഒരു സ്കൂളിൽ ആടി. അതാ അവർക്ക് ഇഷ്ടപ്പെടായി. മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, കരയാൻ ഞങ്ങൾക്ക് മനസ്സില്ല, മലയാളിത്തവനിന്നുമ്പിൽ ഇനി നോട്ടുമടക്കാൻ മനസ്സില്ല. അത് പാടിയപ്പോൾ ഇഷ്ടപ്പെടായിപ്പോയി. ഞങ്ങളെ മാസ്റ്റർ ഭയങ്കര പാവമായിരുന്നു. എന്നാൽ മറ്റേ സ്കൂളിലെ ടീച്ചർമാരെല്ലാം ഭയങ്കര വർഗീയമായിരുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ തോറ്റു, 9ാം ക്ലാസ്സിൽ തോറ്റു, 10ാം ക്ലാസ്സിൽ 2 പേര് പ്രാവശ്യം. ഞങ്ങൾ 5 പിള്ളേർ വന്നിട്ട് എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് പോയി. കിട്ടുമെന്നുള്ള നമുക്ക് അറിയത്തില്ല, കാര്യമില്ല. നിങ്ങൾ എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്താൽ മതി. രജിസ്റ്റർ ചെയ്തു. അവസാനം പോയി ഞങ്ങൾ പോയപ്പോൾ ഇതെല്ലാം പറഞ്ഞ് ഒന്നിനും റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല. അപ്പം ഞങ്ങൾ വരുമ്പോൾ നേരെ ഇടുക്കി പോയി. അമ്മ അന്നാണ് ഇടുക്കി ജില്ല വരുന്നു എന്നുള്ള ഭയങ്കര വിഷയമായപ്പോൾ ഞങ്ങൾ ഇടുക്കി ചെയ്യുന്ന അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവിടെ എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്തു. മണ്ടന്മാരെ ഞങ്ങൾക്ക് എന്നാ പറ്റിയെന്നറിയോ, ഇവിടെ കാൻസർ വേണം അങ്ങോട്ട് ചെല്ലാൻ. അപ്പം 2 പേരും പോയി. അപ്പം പിന്നെ വരുമ്പോൾ ഇത് ഗാനമേളയ്ക്കായി പോവുമായിരുന്നു. ഗാനമേള കുറേ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. പിന്നെ എവിടെയെല്ലാം പോയി. ആണല്ലേ? കുമരകത്ത് തന്നെ ഞങ്ങൾ എന്നും പരിപാടിയാണ് ഞങ്ങൾക്ക്. വരുമാനമൊക്കെ ഉണ്ടായിരുന്നോ? വരുമാനമൊന്നും വലിയൊന്നുമില്ല. വരുമാനമൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് നമ്മളെ വന്ദനാമയിൽ വന്ന് അവരോട് ചോദിച്ച് ചായ കൊടുക്കും. പൈസ ഒന്നും കൊടുക്കുകയില്ല. അതിനുള്ള ഇല്ലായിരുന്നു. ഈ പെങ്ങച്ച ഒന്നും കൊടുക്കാതെ നമ്മൾ അവരെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടേച്ച് നമ്മൾ പോകും. അതൊക്കെ ജീവിതമായിരുന്നു. ജീവിതം ഓരോരുത്തർ വീട്ടിൽ ചെന്നിട്ട് കപ്പയല്ല വയ്യ മാന്ത് ചേച്ച് അത് ഈ ഏതിന് അപ്പോൾ പോകുമ്പോൾ ഇതെല്ലാം കൊണ്ടുപോയി അവർക്ക് കൊടുക്കും. ഞങ്ങൾ തിന്നണ്ടേ. ഇപ്പോൾ ഈ ട്രൂപ്പിലൊക്കെ പോയി ഇപ്പോൾ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ
അന്ന് തന്നെ വൈകിട്ട് വരണമെന്നില്ലല്ലോ വീട്ടില്. ഇല്ലില്ല, ഞങ്ങൾ ഇവിടുത്തെ ഇറങ്ങും. കാരണം പൈസ ഇല്ലല്ലോ. പിന്നെ അവർ വല്ലവരും തരുവാണെങ്കിൽ അപ്പം വീട്ടിൽ കൊടുക്കണം. കാരണം അവന് ഒരു കുടുംബമുണ്ട്. പിന്നെ ഈ രാഷ്ട്രീയത്തിൽ പോയി. രാഷ്ട്രീയത്തിൽ പോയപ്പോഴാണ് ഈ ഇതുണ്ടോ 11 വെട്ട, ഒരു വെട്ടിൽ ഇത് 2 എണ്ണം വെട്ട് കിട്ടി. RSS അതെവിടെ വെച്ചായിരുന്നു? കൂറപ്പുഴ. പാർട്ടിക്കാർ ആശുപത്രി കൊണ്ടുപോയില്ല, ഒരു വീട്ടിൽ കൊണ്ടുപോയി കുത്തിക്കെട്ടി. ആശുപത്രി കൊണ്ടുപോയ കേസൊക്കെ കേസാവും. അതുകൊണ്ട് പറ്റി വേണമെന്ന് പറഞ്ഞ അവിടെ ആ വീട്ടിലൊരു തള്ള കുത്തി വെട്ടി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം കിടന്ന് ഞാൻ കിടന്നപ്പം ഞങ്ങളുടെ പൂച്ച വന്ന് കാല കയറി. ഞാൻ കാല് വരച്ചപ്പോൾ ഇത് പൊട്ടിപ്പോയില്ല. പിന്നെ വേവിച്ചാൽ നല്ല നമ്മളെ സൂചിയില്ലേ, ആ സൂചി തന്നെ തുണി ചുമ്മാ കുത്തിക്കിട്ടി. പിന്നെ നമുക്ക് ഊറൂരിൽ ഞങ്ങൾ സ്ഥലമുണ്ട്, 2.5 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു, 2.5 ഏക്കർ. അത് ഞങ്ങൾ ഇറക്കി, നടത്തി ഇറക്കി. നമ്മളെ അല്ല, അത് നമ്മളെ നമുക്ക് അവർ ആധാരം ഉണ്ടാക്കി. വല്യപ്പനെ കൊണ്ട് കാള പൂട്ടിക്കൊണ്ടിരിക്കുമ്പം പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചു. തമ്പുരാൻ എന്നാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങോട്ട് വന്ന് ഒപ്പിട്ടാൻ പറഞ്ഞു. കൈ കൊണ്ട് ഒപ്പിട്ടു. 2.5 ഏക്കർ അത് പോയി. അവിടെ 4 ഏക്കറും പോയി. ഈ മുളക്കുന്ന് പള്ളിയുടെ ഇപ്പുറത്ത് 4 ഏക്കർ. അപ്പം അങ്ങനെ ഞങ്ങൾ 6 ഏക്കർ അങ്ങ് പോയി. അല്ല, അന്നത്തെ കാലം ഒന്ന് പറയാമോ? അന്ന് വലിയ ഇതൊന്നും പരിപാടി ഒന്നും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ഇത്ര വലിയ പരിപാടി ഒന്നുമില്ലായിരുന്നു. റാലി ഒന്നുമില്ല, ഒന്നുമില്ല. മെയ് ദിനമെന്ന് പറഞ്ഞാൽ കേട്ടതേ ഉള്ളൂ. അല്ല, അന്ന് ഇതുപോലത്തെ പരിപാടി ഒന്നുമില്ലായിരുന്നു. ഈ സാറിനൊക്കെ ഭരണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്, ആ സമയത്താണ് ഇത് ഈ മെയ് ദിനം ഉണ്ടാക്കിയത്. പാമ്പാടി അതിന് ഇത്ര രൂപ വെച്ച് നമ്മൾ കൊടുക്കണം. മെയ് ദിനമെന്ന് ആദ്യമായിട്ട് അവിടെയാണ്. അപ്പോൾ ഈ പാമ്പാടി കാളച്ചന്ദ്രൻ അവിടെ CHUവിൻ്റെ അവിടെ വെച്ചായിരുന്നു. അതെല്ലാം എല്ലാവരും വന്ന് കഴിഞ്ഞിട്ട് പോവുകയുള്ളൂ. ചെറിയൊരു പരിപാടിയാണ്, ഒന്നുമില്ല, വേറെ ഒന്നുമില്ലായിരുന്നു.